കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരപ്പിടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഇടിയപ്പമോ പത്തിരിയോ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇന്നിവിടെ ഇടിയപ്പമായിരുന്നു ഉണ്ടാക്കിയത്. അതിൻ്റെ ബാക്കി വന്നതാണ് ഈ മാവ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ മധുരപ്പിടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഇടിയപ്പത്തിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. മുഴുവൻ മാവും ഉരുട്ടിയെടുക്കരുത്, നമ്മൾ കുറച്ച് മാവ് മാറ്റി വെക്കണം. അത് നമുക്ക് വെള്ളത്തിൽ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം വെച്ചാൽ മതി. ഇനി വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളകളെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളകളൊന്നും തന്നെ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഉരുളകൾ കട്ട പിടിക്കാതിരിക്കാനും ടേസ്റ്റിനുമൊക്കെ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന അരിമാവിൻ്റെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പിടിയുടെ ആ വെള്ളത്തിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കുറുകിയിരിക്കുമ്പോൾ കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. നമുക്കിനി പഞ്ചസാരയിൽ ഉണ്ടാക്കണമെങ്കിൽ പഞ്ചസാരയിൽ ഉണ്ടാക്കാം. ഞാനിവിടെ ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. കളറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കരടൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് അതിൻ്റെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. തേങ്ങ പാൽ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തേങ്ങ പീര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് കട്ടിക്ക് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. ശർക്കരയുടെ കളറൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു അടിപൊളിയാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഏലക്ക ജീരകം പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് കൂടി ഒന്ന് നോക്കണം. കാരണം നമ്മൾ ഓൾറെഡി അരിമാവ് കുഴച്ച് വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് കുഴച്ച് വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമൊന്നും വരില്ല. എന്നാലും ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ മധുരപ്പിടി റെഡി ആയിട്ടുണ്ട്. ഇതിനെ പലരും പല പേരിലാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ അല്ലിപ്പിടി എന്ന് പറയും, മധുരപ്പിടി എന്ന് പറയും, പീരപ്പിടി എന്ന് പറയും, അങ്ങനെ പലതും പറയും. ഞങ്ങളുടെ ഇസക്കുട്ടിയാണെങ്കിൽ ഇതിനെ പായസപ്പിടി എന്ന് വരെ പറയാറുണ്ട്. ഇത് ചെറു ചൂടോടെയോ തണുത്തിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.